മഹാദേവ്യൈ നമ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 12-ാം അധ്യായം ഇളാവൃത ചരിത്രത്തെ പറയണു. ഓം. സൂതൻ ചൊല്ലിത്തരാം. പിന്നെ ഉണ്ടായി ഇളയിൽ ബുധപുത്രനായി പുരൂരവസ് എന്ന ദാനധർമ്മിഷ്ഠൻ യാഗതൽപരൻ സുദ്യുമ്നനെന്നോരു നൃപൻ സത്യവാദി ജിതേന്ദ്രിയൻ. സിന്ധുദേശഹയത്തിന്മേൽ കാട്ടിൽ പോയി വേട്ടയാടുവാൻ കൊമ്പാൽ തീർത്തുള്ള കുലവില്ല് അമ്പിൻ നിരയുമായി നൃപൻ ചാരുകുണ്ടലനായി ഏതാൻ സജീവന്മാരുമൊത്തുടൻ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞേറെ കൊന്നാൻ കാട്ടുമൃഗങ്ങളെ പന്നിയും മുയലും പോത്തും കാട്ടുകോഴികൾ വാൾപുലി കരിമാൻ എട്ടടിമാൻ മൃഗം അര്യമാൻ എന്നിവറ്റയെ എയ്തും കൊന്നും ചെന്നു കയറി കുമാരവനം ആ നൃപൻ. ഈ ദിവ്യമാം മേരുവിൻ സാനുദേശം മന്ദാരശോഭിതം അശോകവല്ലി ഉൾത്തിങ്ങി ഇലഞ്ഞികൾ നിറഞ്ഞതായി പയലും പനയും പ്ലാവും നീർമാതളം ഇരിപ്പയും കടമ്പും ചമ്പകം മാവും മുല്ലപ്പൂ മണ്ഡപങ്ങളും താളിമാതളവും തെങ്ങും വാഴയും ശോഭ ചേർപ്പതായി വാടാങ്കുറിഞ്ഞി തൂമുല്ല പിച്ചി വല്ലികൾ ചേർന്നതായി കുളക്കോഴികൾ അന്നങ്ങൾ മൂളിപ്പാറുന്ന വണ്ടുകൾ കാറ്റു തൂകുന്ന മുളങ്കാടും കൊണ്ടാനന്ദമാവനം കുയിൽനാദം മുഴങ്ങുന്ന പൂ നിറഞ്ഞ മരങ്ങളെ കണ്ടു പരമോദം പൂണ്ടോ സേവകരൊത്തുടൻ കാട്ടിൽ കടന്ന നേരത്ത് പെണ്ണായി രാജർഷി തൽക്ഷണം പെണ്ണായി തൻ ഹയവും ചിന്താവിഷ്ടനായി തീർന്നു മന്നവൻ. എന്തെന്നു ചിന്തിച്ചു വീണ്ടും വീണ്ടും പരുങ്ങിനാൻ വല്ലാത്ത ലജ്ജയും ഘോര ദുഃഖവും പൂണ്ടു ഭൂപതി. ചെയ്വതെന്ത് എങ്ങനെ ഇവൻ പെണ്ണായി നാട്ടിൽ മടങ്ങിടും? ഹരേ നാരായണ. ചതിച്ചതാരെന്നെ രാജ്യം ഭരിക്കേണ്ടതുമെങ്ങനെ? ഋഷികൾ സൂത നീയെ ചൊന്നത് അത്യാശ്ചര്യം രോമാഞ്ചദായകം സുദ്യുമ്ന ഭൂപൻ സ്ത്രീയായി പോയെന്നോ ദേവസന്നിഭൻ. മനോജ്ഞമക്കാട്ടിലേവം വരാൻ കാരണമെന്തുവാൻ ചെയ്തതെന്താ നൃപൻ ചൊൽക വിസ്തരിച്ചതു സൂവ്രത. സൂതൻ ഒരിക്കൽ ശിവനെ കാണാൻ സനകാദി മുനീശ്വരർ അണഞ്ഞാർ ദിക്കുകൾക്കൊക്കെ ഇരുൾ പോക്കുന്ന ഭാസ്വടും കാമകേളിയില ഔത്സുക്യം പൂണ്ടൊര ചന്ദ്രമൗലിയും രതിക്രീഡാസക്തയായി തൻ കാന്തൻ തൻ മടിയിങ്കലായി നഗ്നയായി താൻ അദ്രിജയും രമിച്ചും കൊണ്ടിരിക്കവേ പെട്ടെന്ന മുനിമാരെ കണ്ടേറ്റം നാണിച്ചു പോയി ശിവ. പിടഞ്ഞണീറ്റു തൻ ചേല വാരിച്ചുറ്റിയണിഞ്ഞുടൻ ലജ്ജിച്ചു വിറയും പൂണ്ടു നിന്നിതാ മാനശാലിനി. രമിച്ചു വാഴും അവർ തൻ സംഘം കണ്ട ഋഷിമാർത്തത തിരിച്ചുപോയാരുടനെ നരനാരായണാശ്രമം. ലജ്ജയൊത്ത കാമിനിയെ കണ്ടുടൻ ഭഗവാൻ ഹരൻ ചൊന്നാൻ നാണിച്ചു ഖേദിപ്പതെന്തേ ചെയ്വൻ സുഖത്തെ ഞാൻ ഇന്ന് തൊട്ടി വനത്തിങ്കൽ അറിയാതെയും ആരൊരാൾ കടക്കുവത് അവൻ പെണ്ണായി ഭവിച്ചിടും വരാനനെ. ശ്രീ മഹാദേവ്യൈ നമ. മഹാദേവൻ ഒരിക്കൽ ഇളാവൃതത്തിലിരുന്ന് തൻ്റെ പത്നിയായിട്ടുള്ള ശ്രീപാർവതിയോട് കൂടിയിട്ട് രമിച്ചിരിക്കുന്ന ഒരു സമയം സനകാദി മഹർഷിമാർ മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ സമയം ശരിയല്ല എന്ന് തോന്നി, അവർ മടങ്ങിപ്പോയി. പക്ഷേ ശ്രീപാർവതി ആ സമയത്ത് അർദ്ധനഗ്നയായിരുന്നു. വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ ആണുങ്ങൾ വന്ന് കയറിയ വയ്യ, അവർ ചെറിയ കുട്ടികളാണ് കേട്ടോ എന്ന് മഹാദേവനോട് പറഞ്ഞപ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ വരുന്നവരൊക്കെ സ്ത്രീകളായിട്ട് മാറട്ടെ, ഇവിടെ സ്ത്രീകൾ മാത്രമേ വാഴൂ എന്നെല്ലാം മഹാദേവൻ പാർവതിയോട് അനുഗ്രഹിച്ചു. ഇത്ര പോരെ ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. ഇതൊന്നും അറിയാതെ കണ്ടാണ് ഈ സുദ്യുമ്നൻ അവിടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നായാട്ട് കുറേശ്ശൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ അറിയാതെ കണ്ട് സൈന്യവും സുദ്യുമ്നനും കൂടിയിട്ട് അവിടെ ചെന്നു. എല്ലാവരും പെണ്ണുങ്ങളായി. ഇതെന്താ ഇങ്ങനെ സ്ത്രീയാവാനുള്ള കാരണം? ഇനിയിപ്പോൾ എങ്ങനെ നാട്ടിലേക്ക് പോവുക എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് ഈ കഥയൊക്കെ എല്ലാം മനസ്സിലാവണത്. ഈ കാടേവൻ ശപിക്കപ്പെട്ടുള്ളതായി അറിയുന്നവർ ദോഷപ്പെരുപ്പമോർ തിങ്ങു കടക്കാറില്ലൊരിക്കലും. ഇപ്പോൾ അറിഞ്ഞവരാരും അവിടേക്ക് വരാറില്ല. ഇതൊന്നും ഓരാതിക്കാട്ടിൽ സുദ്യുമ്നൻ മന്ത്രിമാരുമായി പ്രവേശിച്ചതിനാൽ പെണ്ണായി മാറി മന്ത്രികളൊത്തുടൻ നാണവും ഖേദവും കൊണ്ട് നാട്ടിൽ പോകാതെ താനവൻ ആ കാട്ടിൻ വെളിയിൽ ചുറ്റിത്തിരിഞ്ഞാൻ അങ്ങുമിങ്ങുമായി. സ്ത്രീത്വത്തിലും മഹാത്മാവ് വിളിച്ചത് ഇള എന്ന പേർ. ഒരിക്കലങ്ങ് ചെന്നെത്തി യുവാവാം ഇന്ദുജൻ ബുധൻ. ഇപ്പോൾ ആ സമയത്താണ് ഈ ബുധൻ അവിടെ ഇന്ദുവിൻ്റെ മകനായിട്ടുള്ള ബുധൻ അവിടെ ചെല്ലണത്. അപ്പോൾ ഈ സുദ്യുമ്നന് ഭയങ്കര സൗന്ദര്യ, ഇള എന്ന പേരിൽ കണ്ടു കാമിച്ചു കല്യാണം കഴിച്ചു. അതിലാണ് പുരൂരവസ് ഉണ്ടായത്. ഹാവഭാവാദിയോടൊത്ത് സഖിമാർക്കിടയിൽ തഥാ ആ മനോഹരിയെ കണ്ടു കാമിച്ചു ഭഗവാൻ ബുധൻ. കാമിച്ചാളവളും സോമസുതൻ ബുധനെ അവ്വിധം.
അന്യോന്യ പ്രണയം മൂലം അവർക്കുണ്ടായി ചേർച്ചയും പുരൂരവസെന്ന പുത്രൻ അവർക്കുണ്ടായി. ഇതിങ്ങനെ പെറ്റു ചിന്താവിഷ്ടയായി നിന്നാള ബാലകാടതിൽ സ്മരിച്ചാൻ തൻ കുലാചാര്യൻ വസിഷ്ഠമുനിവര്യനെ. വസിഷ്ഠന ഭൂപതി തൻ നില കണ്ടലിവാർന്നുടൻ പ്രസാദിപ്പിച്ചു ലോകാർത്തി പോക്കും ആ തിങ്കൾ മൗലിയെ. തുഷ്ടനായി ഭഗവാനേകെ മുനിക്ക് ഇച്ഛിച്ചതാം വരം പ്രാർത്ഥിച്ച അനിഷ്ടനാം ഭൂപൻ തൻ്റെ പുംസ്തം വസിഷ്ഠനും. തൻ വാക്ക് പാഴാക്കായുവാൻ ശ്രീ ശങ്കരൻ ചൊന്നിതിങ്ങനെ മാസം ഓരോന്നിൽ ആണായും പെണ്ണായും തീർന്നിടും നൃപൻ. വസിഷ്ഠകൃപയാലെ അവൻ വരം നേടി നൃപാലകർ ഹരേ. സ്വാലയം പോകി ധർമാനുസാരം നാടും ഭരിക്കയായി. പെണ്ണാമ്പോൾ മാളികയ്ക്കുള്ളിൽ ആണാമ്പോൾ വാണു രാജ്യവും. ഇതിൽ പ്രജകൾ ഉദ്വേഗം പൂണ്ടു നിന്ദിച്ചു ഭൂപനെ. പുത്രൻ പുരൂരവസിന് യൗവനം വന്നുദിക്കവേ രാജ്യമേൽപ്പിച്ചു സുദ്യുമ്നൻ പോയാൻ കാട്ടിൽ തപസ്സിനായി. ഹരേ നാനാവൃക്ഷങ്ങൾ ഉൾത്തിങ്ങും കാട്ടിൽ ചെന്നു വസിക്കവേ നേടി മന്ത്രം നാരദനിൽ നിന്നും ശ്രേഷ്ഠം നവാക്ഷരം. ആ മന്ത്രമുള്ളിൽ നിറയും ഭക്തിയൊത്ത് ജപിക്കയാൽ തുഷ്ടയായി ദേവി സഗുണ ഭവക്കടത്തുവോൾ. സിംഹത്തിന്മേലേറി വന്നാൽ മുന്നിലെ ദിവ്യരൂപിണി. മദ്യപാനത്തിൻ്റെ മത്താൽ കറങ്ങും നേത്രമത്തുടൻ ആ ദിവ്യരൂപയെ കണ്ടു ഭക്തിയാൽ വീർത്ത കണ്ണുമായി കുമ്പിട്ടു കൈകൂപ്പി മന്നൻ വാഴ്ത്തിനാൻ ജഗദംബയെ. ശ്രീ മഹാദേവിയെ നമാമി. നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ലെനിക്കാശ്രയം. ശ്രീ മഹാദേവിയെ നമാം. ഇള അമ്മയെ കണ്ടു സുദ്യുമ്നൻ എന്ന രാജാവ് എനിക്ക് ആണാവാൻ തരാവണേ എന്ന് പ്രാർത്ഥിച്ചു. നല്ല സ്തുതിയ. ഇള ആരേതുമട്ടു നിരൂപിക്കുവതാ വിധത്തിലായുള്ള നിൻ പ്രഥിത ദിവ്യ കളേബരത്തെ. കണ്ടേൻ വിമുക്തിയും അഭീഷ്ടവുമേകിടും നിൻ കാൽത്താർ തൊഴാം ജനനി. നിർജ്ജര സംഘസേവ്യം ഈ പാരിലാരറിവു ഹന്ത മുനീന്ദ്രരും വിണ്ണോരും വിമോഹമിയലും തവ മർത്യരൂപം. ആശ്ചര്യമമ്പ കൃപണങ്കലുമങ്ങു തൂകും ഐശ്വര്യവും ദയയും ഈശ്വരിയോർത്തു കാൺകിൽ. ബ്രഹ്മാവ് വിഷ്ണു ശശി മൗലിയും അഷ്ടദിക്പാലന്മാരും ഇന്ദുരവി പിന്നെ വസുക്കളെട്ടും. നിൻ പ്രാഭവത്തെ അറിയാത്തവർ നിൻ ഗുണങ്ങളെമ്മട്ടു പിന്നെ അഗുണൻ നരനോർത്തു കാണും. സർവാർത്ഥദാത്രിരമയെന്നറിയുന്നു നിന്റെ സത്വസ്വരൂപം. അമിതദ്യുതി വിഷ്ണു മാത്രം ആ രാജസം വിധിഹരൻ. ശിവയാം തമോരൂപത്തെയുമാരറിവൂ നിർഗുണയായ നിന്നെ. ആ രാജസം വിധി ഹരൻ ശിവയാം തമോരൂപത്തെയും ആരറിവൂ നിർഗുണയായ നിന്നെ. ഈ മൂഢബുദ്ധി ഇവനെങ്ങ അവിടുന്നിവങ്കൽ തൂകും മഹാർഘകൃപ നിസ്തുലമെങ്ങുതായേ. നിൻ ഭക്തസേവകരിൽ ഉൾക്കനിവുറ്റ നിന്റെ കാരുണ്യലോല ചരിതം പരമിന്നറിഞ്ഞേൻ. പൂമങ്കയാം ഭവതി വേൾക്കിലുമേതുമൂറ്റം കൊള്ളുന്നതില്ല മധുസൂദനനും ഭവാനി. നിൻ ശുദ്ധിയേകുമൊരു കൈമലരാൽ മുകുന്ദൻ തൻ ചേവടിത്തളിൽ പവിത്രിതമാക്കയത്രേ. ഇച്ഛിപ്പൂ താവഹ പദാഹതി താൻ അശോകം പോല പുരാണ പുരുഷൻ ഹരിമോദപൂർവം. കോപിക്കിലോ ഭവതി കുമ്പിടുവിക്കുമക്കാമാർത്തൻ സുരൗഘവിനുതൻ നിജകാന്തനേയം. നീ നൽഭൂഷയാണ്ട ഹരിതൻ സുവിശാല ശാന്ത വക്ഷസ്ഥലത്തിലൊരു കട്ടിലിലെന്ന പോലെ വാഴുന്നു നീ അരിയ കൊണ്ടലിൽ മിന്നൽ പോലിമ്മട്ടാ ത്രിലോകപതിയും തവ വാഹനം താൻ. കോപിഷ്ഠയായി ഭവതി കൈവെടിയുന്നതാകിലാരാധ്യയായ ഹരിയും ശക്തിഹീനൻ. പ്രത്യക്ഷമല്ലി നിജബന്ധുജനങ്ങൾ കൂടി ശ്രീയറ്റ നിർഗുണപുമാനെ വെടിഞ്ഞിടുന്നു. നിൻ പാദപങ്കജമഹർനിശമാശ്രയിക്കും ബ്രഹ്മാദ്യരാമമരർ നാരികളല്ലി പാർത്താൽ. നീതാൻ അവർക്ക് പുരുഷത്വം അലിഞ്ഞു നൽകി എന്നോർപ്പു ഞാൻ നിരുപമം തവ ശക്തി വീര്യം. ഇപ്പം നമ്മളൊക്കെ ഈ ആണുങ്ങളാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലാന്നാ. അമ്മ ആണിൻ്റെ രൂപം തന്നു. അത് പ്രകൃതിക്ക് ഒരാവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഇല്ലാതെ കൊണ്ട് വേണം. നമ്മളൊക്കെ പ്രകൃതി അംശമായതുകൊണ്ട് പ്രകൃതി സ്ത്രീയാണ്. ആ സ്ത്രീത്വം നമുക്കുണ്ട്. ലിംഗം ആണാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ സ്ത്രീകളായിട്ട് പുമാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ആണായിട്ടില്ല. ആ പുമാൻ്റെ സ്ത്രീ ആയിട്ടാണ് അമ്മ പോലും ഉള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാമല്ലോ. അതാണ്.
നിൻ പാദപങ്കജമഹർനിശമാശ്രയിക്കും ബ്രഹ്മാദ്യരാം അമരർ നാരികളല്ലി പാർത്താൽ നീ താൻ അവർക്ക് പുരുഷത്വം അലിഞ്ഞു നൽകി എന്നോർപ്പു ഞാൻ നിരുപമം തവ ശക്തി വീര്യം. ആരംഭ നീ സഗുണയോ ഗുണഹീനയോ നീ ചിന്തിക്കിൽ നീ പുരുഷനല്ല പുമാനുമല്ല. കൂപ്പുന്നു ഭക്തിയൊടു നിൻ കഴലെന്നും അമ്മേ തന്നാലും അന്ത്യദശയിൽ ദൃഢഭക്തിയും മേ. ഇപ്പം ഈ ഒരു ഭാവത്തിലാണ് നമ്മൾ എപ്പോഴും ബ്രഹ്മാവസ്ഥയിലുള്ള ദേവീദേവന്മാരെ പ്രാർത്ഥിക്കേണ്ടത്. കാണുന്നതോ നാം അറിയുന്നതോ ആയ രൂപങ്ങളൊക്കെ സകല സ്വരൂപമാണ്. അപ്പോൾ അത് പോരാ. എന്താ വേണ്ടത്? ബ്രഹ്മാവസ്ഥയിലുള്ള ആ ഭഗവതിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. എന്നാൽ ഭഗവതി എന്ന് പറയുമ്പോൾ സകല സ്വരൂപമാണ്. ഇനി അപ്പം അത് കണക്കാക്കിക്കൊണ്ട് വേണം സ്തുതിക്കാൻ എന്ന് സാരം. ആരംഭ നീ, അമ്മ ആരാണ്? സഗുണയോ ഗുണഹീനയോ നീ സകല ആകാരമുള്ള രൂപത്തിലാണോ? സത്വരജ സമോ ഗുണങ്ങൾ അതിൽ ചേർന്നുണ്ടോ? അതോ ഗുണമില്ലാത്ത രൂപത്തിലാണോ? ലക്ഷ്മിയായിട്ടും വാണിയായിട്ടും സരസ്വതിയായിട്ടും കാളിയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സഗുണ ആണോ അതോ നിർഗുണയാണോ? ചിന്തിക്കിൽ അങ്ങനെയാണെച്ചാൽ പുരുഷനുമല്ല പുമാനുമല്ല എന്ന് വെച്ചാൽ ജീവനുമല്ല. ഈ സകല സ്വരൂപം സ്വീകരിച്ച ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ഇന്ദ്രൻ ദേവകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ്. അപ്പോൾ അതല്ല. കൂപ്പുന്നു, അങ്ങനെയുള്ള അമ്മയുടെ തൃക്കാലുകൾ ഞങ്ങൾ കൂപ്പുന്നു, നമസ്കരിക്കുന്നു. ഞാൻ വെച്ചാൽ അവിടെ ഈ സുദ്യുമ്നം തൊട്ടുള്ളവരെ നടത്തും, നമ്മളൊക്കെ അതിൽ പെടും. അങ്ങനെ എന്തിനാ ഇത് ഭജിക്കുന്നത്, നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയിൽ ദൃഢഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് എപ്പോഴാണ് വേണ്ടത്? മരണം എടുക്കുന്ന സമയത്ത്, അന്ത്യകാലത്തിൽ മരിക്കുന്ന സമയത്ത് സ്മരിക്കുന്നത് എന്തോ അതാണ് ആയിട്ട് തീരാ. അപ്പോൾ അമ്മയെ സ്മരിച്ചു കഴിഞ്ഞാൽ മണിലോകത്തിലെത്താൻ സാധിക്കും. ചിന്താമണി ഗൃഹം അവിടെയാണ് അമ്മയുടെ വാസസ്ഥലം. അപ്പോൾ അവിടേക്ക് ചിന്താമണി ഗൃഹത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് സാരം. അവിടേക്ക് എത്തിപ്പെടണ്ടേ? അത് എത്ര എളുപ്പമല്ല. ശ്രീ മഹാദേവി നമ. ഏവം സ്തുതിച്ചു ശരണം പ്രാപിച്ചാൻ നൃവരൻ തഥാ സന്തുഷ്ടയായി ദേവി അവൻ ആത്മസായുജ്യമേകിനാൾ. ഏവം ദേവീ പ്രസാദത്താൽ സ്ഥിരമാം പരമം പദം പ്രാപിച്ചു സുദ്യുമ്ന ഭൂപൻ മുനികൾക്കും സുദുർലഭം. സുദ്യുമ്ന സ്തുതി എന്ന 12-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. അപ്പം ഇങ്ങനെ ഇളാവൃത ചരിത്രം അവിടെ വിസ്തരിച്ച് പറഞ്ഞു. മണിദ്വീപത്തിലേക്ക് എത്താനുള്ളതായിട്ടുള്ള മാർഗം അമ്മയെ ഈ വിധത്തിൽ ആരാധിക്കണം, നിർഗുണയായിട്ടുള്ള അമ്മയെ ആരാധിക്കണം എന്ന് പറയുകയാണ്. വീണ്ടും പുരൂരവസ്ഥൻ്റെ രാജ്യഭാരത്തെ ഒന്ന് പറയണം. 13-ാം അധ്യായം സൂതൻ. ഇതിൽ 34 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ 691 ശ്ലോകം കഴിഞ്ഞു. ഓം സൂതൻ. സുദ്യുമ്നൻ വിണ്ണണഞ്ഞപ്പോൾ രാജ്യം പാലിച്ചു തൽസുതൻ. പുരൂരവസൻ അരൂപഗുണവാൻ ജനരഞ്ജകൻ. രമ്യം പ്രതിഷ്ഠാനപുരം തന്നിലാ ധർമ്മവിത്തമൻ. ആരും പുകഴ്ത്തിടും വണ്ണം ചെയ്താൻ തൻ രാജ്യപാലനം. സ്വകാര്യം ഗോപ്യമായി വെച്ചും പരകാര്യം ഗ്രഹിച്ചുമേ ഉത്സാഹശക്തിയും ശ്രേഷ്ഠം പ്രഭുശക്തിയുമാർന്നവൻ. സാമധാനാദ്യുപായങ്ങൾ വേണ്ട പോലെ നടത്തിടും വർണ്ണാശ്രമസ്വധർമ്മങ്ങൾ പാലിച്ചും നാടുവാണുതേ. യജ്ഞങ്ങൾ ചെയ്വൂ വിവിധം ഭൂരിദക്ഷിണയൊത്തവൻ ചെയ്താൻ പലേ പുണ്യദാനങ്ങളുമാ നൃപസത്തമൻ. ശ്രീ മഹാദേവി നമ. അപ്പോൾ രാജാവ് എന്ന നിലയ്ക്ക് ആദ്യത്തെ രാജാവാണ് ചന്ദ്രവംശത്തിലെ. അപ്പോൾ നല്ല ജ്ഞാനമുണ്ട്. അത് കാരണം വേണ്ട വിധത്തിൽ തന്നെ ഭരിച്ചു എന്നാണ്. എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന രീതിയിൽ നല്ല ഭരണം. സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ച് അന്യരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ വേണം രാജാക്കന്മാർ. നമുക്കൊന്നും അത് പാടില്ല കേട്ടോ. രാജാക്കന്മാർക്കേ അത് പാടുള്ളൂ. കാരണം അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. പാലനം എന്നുള്ളൊരു കർമ്മമുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സാമദാന ഭേദങ്ങൾ 7 എണ്ണം ഉണ്ട്. സ്വത് 7 വ്യസനങ്ങളുണ്ട്, 7 നല്ല കാര്യങ്ങളുണ്ട്. അത് അതേപടി ചെയ്യണമെന്നാണ്. അതേപോലെ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യിപ്പിക്കുകയും വേണം. യജ്ഞങ്ങൾ ചെയ്യണം, എല്ലാവരെ കൊണ്ടും യജ്ഞങ്ങൾ ചെയ്യിക്കുകയും വേണം. അതൊക്കെ വലിയ കടമകളാണ്. അവൻ തൻ രൂപം ഔദാര്യം ധനം വിക്രമശീലവും ഗുണവും കേട്ടു മോഹിച്ചു ഉർവശി കാമിച്ചു ഭൂപനെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള പുരൂരവസ്ഥനെ നല്ല രാജാവ് എന്നാൽ കേട്ടതോട് കൂടിയിട്ട് ഉർവശിക്കും ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഉർവശി തീരുമാനിച്ചു 59 കൊല്ലം വേണം ഈ ഭൂമിയിലെ വാസം. എന്നാൽ ഇദ്ദേഹത്തിനെ ആവാം ഭർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വരികയാണ്. ബ്രഹ്മശാപം കൊണ്ടു കേണി മഞ്ഞു പൂകിയ മാനിനി പരിച്ചാൾ ഗുണവാനെന്നു ചിന്തിച്ചാൽ നൃപവര്യനെ. ഈ നിബന്ധനയും വെച്ചു വസിച്ചാൽ നൃപനൊത്തവൾ. രക്ഷിക്കണം ഞാൻ ഏൽപ്പിക്കും ഈ 2 ആടുകളെ ഭവാൻ. നെയ്യാണ് എൻ ഭക്ഷണം നിത്യം, മറ്റൊന്നും വേണ്ട ഭൂപതേ. മൈഥുനത്തിങ്കലെ നിന്നെ നഗ്നയായി കണ്ടിടാവൂ ഞാൻ. 3 കാര്യമാണ്. 2 ആടുകളെ അങ്ങ് സൂക്ഷിക്കണം, ഒരു കേടും വരാൻ പാടില്ല, നല്ലോണം വളർത്തുകയും വേണം. പിന്നെ
എനിക്ക് ഭക്ഷണം നെയ്യ് മാത്രമേ വേണ്ടൂ. മൈഥുനത്തിൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള നഗ്നത കാണാൻ പാടൂ. ഈ വ്യവസ്ഥകളെങ്ങാനും തെറ്റിക്കുന്ന നിമിഷത്തിൽ ഞാൻ നിന്നെയും വിട്ടുപോകും എന്നായി ശപഥം ചെയ്യൂ മന്നവ. അങ്ങനെ സത്യം ചെയ്യിച്ചിട്ടാണ് കല്യാണം നടത്തിയത്. അംഗീകരിച്ചു നൃവരൻ അവൾ തൻ നിശ്ചയങ്ങളെ. ആ നിബന്ധനമേത് ശാപമോക്ഷം കാത്തവൾ വാഴുകയായി. ധർമ്മകർമാദി കൈവിട്ടു മത്തനായി ബഹുവത്സരം രമിച്ചു വാണൻ ഭൂപാലൻ ഉർവശീയുക്തനായി മുത. അവിടെയാണ് കുഴപ്പമായി. ഉർവശി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ധർമ്മങ്ങളൊക്കെ മറന്നു, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു. ഇതുവരെ നന്നായിട്ട് ചെയ്തതാട്ടോ. ഉർവശി അപ്സരസാണ്, ദേവലോകത്തു നിന്നാണ് വന്നത്. അപ്പോൾ അവർ പോലും ഇത് തടുക്കുവെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. ധർമ്മ കർമാദി കൈവിട്ടു മത്തനായി ബഹുവത്സരം രമിച്ചു വാണാൻ ഭൂപാലൻ ഉർവശി യുക്തനായി മുത. അവളിത്താൻ മനസ്സോനി മത്തേതും ചിന്തയെന്നിയെ. അവളില്ലാതൊറ്റ ഞൊടി വാഴാനും ശക്തിഹീനനായി. കാലാവധി കഴിഞ്ഞിട്ടും വന്നിൽ ഉർവശിയാകയാൽ ഗന്ധർവരെ വിളിച്ചോതി വിണ്ണാളും പാകശാസനൻ. സുദ്യുമ്നൻ്റെ ഗേഹത്തിൽ പോയി തഞ്ചത്തിൽ ഉരണങ്ങളെ മോഷ്ടിച്ചുർവശിയെ കൊണ്ടുപോരണം നിങ്ങളേവരും. അവിടെ 59 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇനി ഉർവശി ഇങ്ങോട്ട് വരണം. ഗന്ധർവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളവിടെ ചെന്നിട്ട് എന്താ വെച്ചാൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരൂ. അപ്പോൾ ഇവരിവിടെ ആടുകളെ കട്ടുകൊണ്ടുപോവുക ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ചീത്ത പറഞ്ഞപ്പോൾ ഉർവശിയുടെ ചീത്ത പുരൂരവസന് സഹിച്ചില്ല. നപുംസകം എന്നൊക്കെ വിളിച്ചേ. അപ്പോൾ നഗ്നനാണ് ആ സമയത്ത്, വാളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ചാടി. അപ്പോൾ മിന്നലുണ്ടാക്കി ഗന്ധർവന്മാർ. അപ്പോൾ നഗ്നത കാണുകയും ചെയ്തു, ആട് പോവുകയും ചെയ്തു. നിയമമൊക്കെ തെറ്റി. ഇതാ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഉർവശി പോയി. അതാണ് അവളില്ലാത്തൊരു രാജ്യം ശോഭിക്കൊന്നില്ലൊരിക്കലും, എന്തെങ്കിലും ഉപായത്താൽ അവളെ കൊണ്ടുപോരുവൻ എന്ന് ഇന്ദ്രന് ഉർവശി ഇല്ലാണ്ട് വയ്യ. അത്രയും കാലം ഭൂമിയിലാണ്. അവിടെ കുറച്ച് സമയമുള്ളൂ കേട്ടോ, ഈ ഇന്ദ്രലോകത്തിൽ കുറച്ച് സമയമുള്ളൂ. പക്ഷേ ഇവിടെ 59 കൊല്ലമുണ്ട്. ഏവം നിർദ്ദിഷ്ടർ ഗന്ധർവർ കൂരിരട്ടൊത്തുകൂടവേ വിശ്വാവസുവെ മുൻനിർത്തി പുറപ്പെട്ടാരതേ ക്ഷണം. നൃപൻ രമിക്കയാണെന്നു കണ്ടിട്ട് ആട്ടിൻ കിടാങ്ങളെ കട്ടു. മാനത്തൂടെ പോകുമ്പോൾ കരഞ്ഞിതവ രണ്ടുമേ. മക്കളെ പോലുള്ളോരവ കരയുന്നതു കേട്ടവൾ കോപിച്ചു ചൊന്നാൾ നൃപനോടൻ സത്യം തെറ്റി ഭൂപതേ. കൊണ്ടുപോയി ചോരരൻ മക്കൾക്കൊക്കും ആ ആട്ടിൻ കിടാങ്ങളെ. കിടക്കയോ പെണ്ണിൻ പോൽ വിശ്വസിച്ചു നശിച്ചു ഞാൻ. വീരനെന്നു ഞെളിഞ്ഞിടും ആണല്ലാത്ത കുനാഥനാൽ ഹതയായി ഞാൻ. പ്രാണനൊക്കും അവ നഷ്ടങ്ങളായി മേ. ഏവം വാവിട്ടു കേഴും തൻ പ്രിയയെ കണ്ടു മന്നവൻ. മോഹത്താൽ പാഞ്ഞിത ആടിൻ്റെ പിമ്പെ താൻ വസ്ത്രഹീനനായി. ഗന്ധർവന്മാരഗ്രഹത്തിൽ മിന്നലുണ്ടാക്കി തൽക്ഷണം നഗ്നനായി കണ്ടു നൃപനെ പോകാൻ ഇച്ഛിക്കും ഉർവശി. വഴിക്കാടുകളെയും കൈവിട്ടു ഗന്ധർവർ പോകവേ കൊണ്ടുവന്നാൻ നഗ്നയായി താൻ അവയെ സ്വഗൃഹം. നൃപൻ നഗ്നനായി നൃപനെ കണ്ടു രാജധാനി വെടിഞ്ഞുടൻ. പോയിക്കഴിഞ്ഞാൾ ഉർവശി എന്നേറ്റം ദുഃഖിച്ചു മന്നവൻ. ദേശം തോറും കരഞ്ഞും കൊണ്ടലഞ്ഞു നൃപരൻ സ്വയം തളർന്നവശനായി കാമപീഡയാൽ ഏകചിത്തനായി. നാടൊക്കെ തേടി അവളെ കുരുക്ഷേത്രത്തിൽ വെച്ചവൻ കണ്ടേറ്റം തെളിവാർന്നുള്ള മുഖത്തോടോതി ഇങ്ങനെ. കാന്തേ ഘോരെ നിൽക്ക നിന്നെ താൻ ഓർത്തു ചൊൽപ്പടി വർത്തിപ്പോനല്ലി ഞാൻ. എന്നെ തെറ്റെന്നെ കൈവിടൊല്ല നീ ദൂരം കൊണ്ടുവന്നോരിദ്ദേഹം വീഴുമീ ക്ഷണം. കാക്കയും മൃഗവും തിന്നും നീ വരോരു വെടിഞ്ഞിടൽ. തളർന്ന അവശനായി മാരമാലിനാൽ ദീനനായി. ഏവം വാവിട്ടു കേഴുന്ന ഭൂപനോടോതി ഉർവശി. മൂഢനോ നൃപശാർദൂല ഭവാൻ ജ്ഞാനമെങ്ങു പോയി. ചെന്നായ്ക്കളെ പോലൊന്നോടും കൂറില്ലാത്തോർ നതാംഗികൾ. ചോരരെയും സ്ത്രീകളെയും വിശ്വസിക്കരുത് ആരുമേ. വീട്ടിൽ പോയി സസുഖം വാഴുക നോവിപ്പിക്കാതെ മാനസം. എന്നൊക്കെ ബോധമേകിയിട്ടും അതിമോഹം നിമിത്തമായി സ്വൈരിണീ സ്നേഹബന്ധത്തിൽ കറങ്ങി കേണു മന്നവൻ. സോദൻ മഹത്താം ഉർവശി വൃത്തം ഉരച്ചേൻ സർവമിന്നു ഞാൻ. ചൊന്നു ഞാൻ വേദം വിസ്തരിച്ചുള്ളൊരക്കഥ. ഉർവശി ചരിതം എന്ന 13-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അപ്പോൾ ചോരന്മാരെ, കള്ളന്മാരെ, സ്ത്രീകളെ ഒന്നും വിശ്വസിക്കരുത്. പുംസ്ഥലികളെ തീരെ വിശ്വസിക്കരുത്. അല്ലെങ്കിലും സ്ത്രീകൾക്ക് പല കാര്യങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. അതിനൊക്കെ വിശ്വസിച്ചാൽ നമ്മൾ ചിലപ്പോൾ കുടുങ്ങും. അപ്പം അതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കോളൂ എന്നീ പ്രകാരം പറഞ്ഞുകൊണ്ടാണ് പോയത്. അങ്ങനെ ഉർവശി പോയി. എന്നാലും പക്ഷേ കരഞ്ഞുകൊണ്ട് കാര്യം സാധിച്ചു. 6 ഉണ്ണികളെ ഉർവശി പിന്നീട് പുരൂരവസ്ഥനായിട്ട് ഓരോ കൊല്ലം ഒരു ദിവസം ഇവിടെ വരും.
അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ വന്ന് ഗർഭം സ്വീകരിച്ച് ഓരോ ഉണ്ണികളെ, അങ്ങനെ ആയു ശ്രുതായു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 ഉണ്ണികളെ ഈ പുരൂരവസിന് ഉർവശിയുടേതായിട്ട് തന്നെ കൊടുത്തു. പുരൂരവസ് വേറെ വേലി കഴിച്ചു ഒന്നും പറയണില്ല. എന്നിട്ട് ഈ വംശമാണ് പിന്നെ പരമ്പരയായിട്ട് വളരുന്നത്. അതൊക്കെ പിന്നീട് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത അധ്യായത്തിലാണ് ശ്രീ ശുക ബ്രഹ്മർഷിയുടെ ജനനം. അതിൻ്റെ അടുത്ത അധ്യായത്തിലാണ് ഈ അമ്മ ഈരടി പറയുന്നത്. നമുക്ക് നാളെ വായിക്കാം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇപ്പോൾ 725 ശ്ലോകം കഴിഞ്ഞു, 13 അധ്യായങ്ങളും കഴിഞ്ഞു 1-ാം സ്കന്ധത്തിൽ. ശ്രീ മഹാദേവ്യൈ നമ.